മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ഹൈക്കോടതിയിൽ പോലീസിന്റെ റിപ്പോർട്ട്. നിർമ്മാതാക്കൾ ആസൂത്രിതമായാണ് പരാതിക്കാരനെ വഞ്ചിച്ചത്. 22 കോടി രൂപ സിനിമയ്ക്കായി ചെലവായെന്ന വാദം കള്ളമാണ്. സിനിമയ്ക്കായി നിർമ്മാതാക്കൾ ₹1 പോലും മുടക്കിയിട്ടില്ലെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. സഹനിർമ്മാതാവ് ഷോൺ ആന്റണി നൽകിയ ജാമ്യാപേക്ഷ ഹൈക്കോടതി പിന്നീട് പരിഗണിക്കാൻ മാറ്റി. മഞ്ഞുമ്മൽ ബോയ്സ് ചലച്ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കെതിരെ കൊച്ചി മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് റിപ്പോർട്ട്. കരുതിക്കൊട്ടിയുള്ള ചതിയാണ് സൗബിൻ ഷാഹിറും പിതാവ് ബാബു ഷാഹിറും സഹനിർമ്മാതാവായ ഷോൺ ആന്റണിയും നടത്തിയത്. 7 കോടി രൂപ നിക്ഷേപിച്ചാൽ 40% ലാഭവിഹിതം നൽകാമെന്നായിരുന്നു കരാർ. ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞത് വസ്തുതാവിരുദ്ധതയാണ്. 2022 നവംബർ 30 കരാർ ഒപ്പിടുന്ന സമയത്ത് പ്രീ പ്രൊഡക്ഷൻ ജോലികൾ മാത്രമാണ് കഴിഞ്ഞത്. 26 തവണയായി 5,99,00,000 രൂപ ഉൾപ്പെടെ ആകെ 7 കോടി രൂപ പരാതിക്കാരൻ നൽകി. ആകെ 22 കോടി രൂപ ചെലവായി എന്നാണ് നിർമ്മാതാക്കൾ പറഞ്ഞത്. എന്നാൽ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട്. GST ഉൾപ്പെടെ 18,65,00,000 രൂപ മാത്രമാണ് ചെലവായത്. സമയബന്ധിതമായി പണം നൽകാത്തതുമൂലം സാമ്പത്തിക നഷ്ടമുണ്ടായി എന്ന വാദം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. പറവ ഫിലിംസിന്റെ ആക്സിസ് ബാങ്ക് അക്കൗണ്ട് വഴി 28,35,00,000 രൂപ നിർമ്മാതാക്കൾ ശേഖരിച്ചു. ചിത്രത്തിന്റെ നിർമ്മാണത്തിനായി പറവ ഫിലിംസ് ₹1 പോലും ചെലവഴിച്ചിട്ടില്ല. ഏപ്രിൽ 29 വരെ നിർമ്മാതാക്കളുടെ ഓഹരിയായി 45 കോടി രൂപ ലഭിച്ചു. OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ വഴി 96 കോടി രൂപ കൂടി ലഭിക്കുമെന്നും പോലീസ് നൽകിയ റിപ്പോർട്ടിലുണ്ട്. 3 പ്രതികളുടെയും ജാമ്യാപേക്ഷയെ എതിർത്താണ് മരട് പോലീസിന്റെ റിപ്പോർട്ട്. റിപ്പോർട്ടർ, കൊച്ചി.